അപ്പം ഈ കണക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്നതെല്ലാം നമ്മൾ അഖില് പഠിപ്പിക്കും കേട്ടോ. അഖില് അപ്പൊ ശരിയെന്നാ, ഞാൻ കൂടെ ഓഫീസിലോട്ടെ, കുറച്ച് പണിയുണ്ട്. ശ്രദ്ധിക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അടുത്ത 2 പീരീഡ് ഞാനാ. ഓൾറെഡി ഇവിടെ ഒരു ക്ലാസ് ലീഡർ ഉണ്ട്. ഇവനേതാ? ഇതാണ് സ്റ്റുഡന്റ് ടീച്ചർ. ക്ലാസ് ലീഡർക്ക് മേലെ, ക്ലാസ് ടീച്ചർക്ക് താഴെ. സാറുമാര് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത്, അവധി എടുക്കുന്ന ദിവസങ്ങൾ, സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുന്ന ദിവസം, പോഷൻ കവർ ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ആളുകളെ അവരിറക്കും. സാധാരണ അവര് പഠിപ്പികളെ ഇറക്കുന്നത്. പക്ഷേ ഓരോ ക്ലാസ്സിലും ഓരോ ഇതുപോലുള്ള സാധനങ്ങൾ കാണുമല്ലോ. അപ്പൊ നമ്മളൊക്കെ പിന്നെ ആരാ ഇവിടെ? അതൊന്ന് പറ. ഞാൻ പറഞ്ഞില്ലയോ, ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊന്നുമല്ല. ക്ലാസ്സിൽ ഒരാൾക്ക് മാത്രമേ കിട്ടും. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സാറ് പഠിപ്പിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? പിന്നെ ടെക്സ്റ്റിലെ മിസ്ലീനിയൻസിന് അതിലെ 1002 ഹോംവർക്ക് ആയിട്ട് നാളെ എഴുതിക്കൊണ്ട് വരണം കേട്ടോ. മറക്കല്ലേ? ഇവനെന്തോടെ നമുക്ക് ഹോംവർക്കും തരുമോ? എന്നാ ഒരു കാര്യം ചെയ്യാൻ പറ. സി മാർക്കും അറ്റൻഡൻസും എല്ലാം ഇവനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിക്കാൻ പറ. അല്ലേ ഹോംവർക്ക്? അതെ, അടുത്ത പീരീഡ് സജീവ് സാറില്ല. നമുക്ക് കൈക്രിക്കറ്റ് കളിക്കണം. ചാമ്പ്യൻഷിപ്പാ. ഞാൻ ഇന്ന് പാടി. അതെ, അടുത്ത വീട് നോട്ട് പറയാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട്. നോട്ടില്ല കോട്ടില്ല എന്ന് പറഞ്ഞേക്കില്ല കേട്ടോ. ഇപ്പൊ ഇൻട്രോ അല്ല, പോയി ബുക്ക് വാങ്ങിച്ചു. ഇവനെ കൊണ്ട് ഇത് എന്തൊരു ശല്യം. ഇവനിത് ആരേത്? ടീച്ചറിന്റെ മോനാ. ടീച്ചർക്ക് താര്. എക്സ്ട്രാക്ഷൻ ഓഫ്. എടാ, അവന്റെ അടുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ. കൈവേന എടുക്കുന്നു. കൈവേന വേറെ തൊലിക്കുന്നു. അവനോടൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ. കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞ എന്തോ അയണിന്നെ. ഒരു വട്ടേ പറയത്തുള്ളൂ. വേണമെങ്കിൽ അന്നേരം ശ്രദ്ധിച്ച് കേൾക്കണമായിരുന്നു. അപ്പൊ അടുത്ത ഇനി സയൻസിന്റെ ബുക്ക് എടുക്കുക കേട്ടോ. എടാ, ഇവനിത് ആരാടാ പഠിപ്പിക്കുന്നത്? ഇവനെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എന്നാലേ ഇവന് നമ്മളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പേജ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഒരു 10 പേജ് ഞാൻ പഠിപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല. 10 പേജേ ഉള്ളൂ കേട്ടോ. സാറന്മാരെല്ലാം ഓരോന്നിനൊക്കെ പോയിട്ടുണ്ട്. ഇവനെ വളരാൻ അനുവദിക്കില്ലേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ കണ്ടോ? അപ്പം ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഞാനോട്ടിരുന്ന് ഇട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഒരു അരമണിക്കൂർ സമയം തരും. പെട്ടെന്ന് എഴുതുക കേട്ടോ. ഇത് വെച്ചിട്ട് വേണം സാറിന് സി മാർക്ക് ഇടാൻ. പെട്ടെന്നാട്ടെ. ഇവനിങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞാലേ അടുത്ത വർഷം SCRT ബുക്കുകളൊക്കെ ഇവനായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അല്ലേ SCRT എന്തുവാ? KSRTCയുടെ അനിയൻ. ആണോ? സൂപ്പർ ആയിട്ടുണ്ട്. രണ്ടിന്റെ ഉത്തരം എന്തുവായിരുന്നു? കഴിഞ്ഞ്. എന്നാടാ പേപ്പർ? എടാ ഒരു ഡൗട്ട്. നീ തന്നെയാണോ പേപ്പർ നോക്കുന്നേ? ചിലപ്പോ ആവശ്യം വന്ന പേപ്പർ നമ്മൾ നോക്കും. എന്തേ? ഓ, കഴിഞ്ഞ ദിവസം എക്സാം ഇട്ടില്ലേ, അതിന്റെ പേപ്പർ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. സാറേ, ഞാൻ എക്സാം എഴുതിയില്ലായിരുന്നു. പരീക്ഷ അല്ല, അത് കുഴപ്പമില്ല. അത് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇരുന്നോ. അടുത്തായിട്ട് അക്കു 50-ൽ 30. സാധാരണ നല്ല പേർക്ക് മേടിക്കുന്നതായിരുന്നല്ലോ. എന്താ പറ്റിയ അക്കു 30-ൽ ഒതുങ്ങിപ്പോയേ? സാറ് പഠിപ്പിച്ച പോർഷന് മൊത്തം എനിക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് ചെയ്തോണ്ട്. പക്ഷെ ഈ അഖിൽ പഠിപ്പിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. അതിനാണ് ഈ മാർക്ക് ഇല്ലാത്തത്. സാറേ, എനിക്കും അത് തന്നെ സാറേ പ്രശ്നം. അഖില് പഠിപ്പിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇനി ആകെ ഒരു മാർക്കേ ഉള്ളല്ലോ. ആ ഒരു മാർക്ക് സാറ് പഠിപ്പിച്ച് ആണല്ലേ? കണ്ടോ സാർ? കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും. അടുത്ത തരാം. സാറേ, എന്താ പിള്ളേരെല്ലാം കൂടെ ഒപ്പിട്ട നിവേദ്യം. നിവേദ്യം എന്തോ? അമ്പലമോ? നിവേദനം. എന്ത് കാര്യം? എന്ത് സാറേ, അഖില് പഠിപ്പിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല സാറേ. പിള്ളേരെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരേ പോലെ ഉണ്ടല്ലോ സാറേ. ഒരേ പേപ്പറില്ല, അപ്പോൾ ഒരേ ഒപ്പായിരിക്കും. ഞാനും നോക്കട്ടെ കേട്ടോ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. എക്സിന്റെ വൈന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. വരും സാറേ, ഒരു മിനിറ്റ്. അഖിലേ, ബാലൻസ് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കേ. ഞാനിപ്പോ ഒരു മിനിറ്റ്. 2 + x. അവൻ പഠിപ്പിച്ചോണ്ടിരിക്കുമല്ലോ. നിനക്ക് എവിടെ നിന്നോ കളിച്ചോണ്ടിരിക്കുന്നേ? അത് ഈ പഠിപ്പിക്കാൻ അറിയാത്തവൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെന്തിനാ ശ്രദ്ധിച്ചിരിക്കുന്നേ? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ പോയി പഠിപ്പീര്. പഠിപ്പിക്കാം സാറേ. അതെന്തുവാ? അവന് മാത്രമേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ, നമുക്കും പഠിപ്പിക്കാൻ പറ്റും. എന്നാ പഠിപ്പീര്. പഠിപ്പിക്കാം. നോക്ക്, ഇവിടെ നമുക്ക് 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക, ഈ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് കോളത്തിന്റെ ഫസ്റ്റ് ആയിട്ടിരിക്കുന്ന സാധനമാണ് ഈ 2. അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തും ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയിട്ടിരിക്കുന്നതാണ് എക്സ്. അപ്പം എക്സിന്റെ വാല്യൂ എന്തുവാ? 2. അത് തന്നെ. മതി. ഇതിപ്പോ 2 പേര് പഠിപ്പിച്ചില്ലയോ? നിങ്ങൾക്ക് ഇതിന്റെ അത് ആര് പഠിപ്പിച്ചാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അക്കു പഠിപ്പിച്ചാ മനസ്സിലായേ? അപ്പം ഇനിയും തൊട്ട് പഠിപ്പിക്കുന്നതൊക്കെ ഞാനില്ലാത്ത സമയത്തെ പഠിപ്പിക്കുന്നതൊക്കെ അക്കു ആയിരിക്കും കേട്ടോ.
ഓക്കെ മനസ്സിലായോടാ? ഇത്രേ ഉള്ളു നീ, ഇത്രേ. ബുക്ക് എടുത്തിരുന്ന് എഴുതടാ. ഇനി ഞാൻ പഠിപ്പിക്കും, നീ കേൾക്കും. സാറ് ചാവറോന്ന് വിളിച്ച് എന്തിനായിരിക്കും പഠിപ്പിക്കാൻ. അടുത്ത പീരീഡ് സാറിനില്ലയോ? അപ്പൊ ഞാനായിരിക്കും പഠിപ്പിക്കുന്നത്. നമ്മളെ ആദ്യമേ പഠിപ്പിച്ചിട്ടുണ്ട്. സാറേ എന്തായിരുന്നു വിളിച്ചേ? ആണോ മക്കളെ, അടുത്ത പീരീഡ് ഞാൻ കാണത്തില്ല കേട്ടോ. അടുത്ത 2 പീരീഡ് ഞാൻ കാണത്തില്ല. നീ ഒന്ന് പഠിപ്പിക്കണം. ആ പോർഷൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇത് ഞാൻ പഠിപ്പിച്ചു, ഈ ഒരു പേജ്. അടുത്ത ഈ ഒരു 10 പേജ് നീ പഠിപ്പിക്കണം. 10 പേജോ? ആ 10 പേജ് പഠിപ്പിക്കണം. എന്നാ സാറ് ആദ്യം ഒന്ന് അതെല്ലാം ഒന്ന് പറഞ്ഞു തരാമോ? എന്തിനാ പറഞ്ഞു തരുന്നേ? അഖിലിന് അങ്ങനെ അല്ലായിരുന്നു. ഓൾറെഡി ഞാൻ 1st പേജ് പഠിപ്പിച്ചില്ലയോ, അതിന്റെ ബാലൻസ് മാത്രമാണ് ഇത്. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഇന്റർവെൽ ഇല്ലയോ, ഇന്റർവെൽ നോക്കി റെഫർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുന്ന റെഫർ ചെയ്തോ, എന്നിട്ട് നല്ല നോക്കി പഠിച്ചിട്ടെ മക്കൾ ഇത്രയും പഠിപ്പിച്ചാൽ മതി കേട്ടോ. ഈ ഒരു പേജ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ബാക്കി ഒരു 10 പേജ് നീ ഞാൻ പഠിപ്പിച്ചാൽ മതി. കുഴപ്പമൊന്നുമില്ല, 10 പേജ് ഉള്ളു കേട്ടോ. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലൈബ്രറി ചെന്നിട്ടെ ഇതിന്റെ ഗൈഡുകളുണ്ട്, നമുക്ക് റെഫർ ചെയ്താൽ മതി. സിമ്പിളാ കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും ആയിക്കോട്ടെ. എന്തോടെ ഉറക്കം തോന്നുന്നേ? ഇന്നലെ ഒരുപോലെ ഉറങ്ങിയില്ല. അതെന്ത്? നോർമലി സാറ് പഠിപ്പിക്കുന്നതേ പഠിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയ്ക്കൂടെ ഈ പിള്ളേരെ കൂടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് തല വെക്കണ്ടായിരുന്നു. ബെല്ലടിച്ച് ക്ലാസ് തുടങ്ങും. അപ്പൊ ഈ മെട്രിക്സിലെ എക്സും വൈയും ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എടാ എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻ തെറ്റാടാ, ഒന്ന് ശ്രദ്ധിച്ചേ. അതെങ്ങനെ 3y വരും ഒന്ന് പറഞ്ഞേടാ. 3y ഒറ്റയടിക്ക് ആ സ്റ്റെപ്പ് എങ്ങനെ വന്ന്? അതിന് മുമ്പ് ഒരു 2 സ്റ്റെപ്പ് കാണുമല്ലോ, അതൊന്നും എഴുതി കാണിക്കാവോ? അത് പെട്ടെന്ന് അത് തീർത്തിട്ടേ കഴിച്ചാൽ മതി കേട്ടോ. എണ്ണീര് പോകുന്നില്ലയോ? 4:30 ഇല്ലടാ, സാറിന് കുറച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്, അതൊന്ന് തീർക്കണം. എടാ വാടക എടുക്കാം, പിന്നെ എങ്ങാനും ചെയ്യാം. നിങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞാൻ പോവാ. 4:30 അവിടെ ഫുട്ബോൾ കളിക്കാൻ. എന്താ മോനെ, കറക്റ്റ് സമയത്ത് വീട്ടിൽ പോകാൻ പറ്റുന്നില്ലയോ? കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ലയോ? എൻ്റെ എത്ര PT പീരീഡ് വിൻഡോയിലെ കളഞ്ഞിട്ടാ ഞാൻ അവിടെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ചെന്നറിയാം. നിനക്കൊക്കെ നോട്ട് പറഞ്ഞു തരുമ്പോളേ ഞാൻ ഈ പറഞ്ഞു തരുന്ന നോട്ട് ഞാൻ എപ്പോഴാണ് എഴുതുന്നതെന്ന് നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? രാത്രി ഉറക്കമുളച്ചിരുന്നു ഈ പഠിപ്പിക്കുന്ന കേട്ട് തുപ്പാനേ ആർക്കും പറ്റും. നിങ്ങളെ വെറും 5 മിനിറ്റ് പഠിപ്പിക്കാൻ വേണ്ടി മിനിമം ഞാൻ 2 മണിക്കൂറാണ് റെഫർ ചെയ്തോണ്ടിരുന്നത്. അറിയായിരിക്കുമല്ലോ ഇപ്പോൾ. ഞാൻ ഈ കുറച്ചാൾ കിടന്നു സ്വസ്ഥമായിട്ടേ ഉറങ്ങട്ടെ. ഇതിങ്ങനെ 6 തലയെ വെക്കുമെന്ന് ഓർത്താൽ ഇങ്ങനെ ആദ്യപ്പെട്ടിരിക്കുമായിരുന്നു. എന്തായാലും വന്നു കയറി തന്നല്ലോ. എനിവേ കൺഗ്രാറ്റ്സ്. എടാ നീ പോയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ പോയി കാണുമെന്ന് എന്നെ മറന്നിട്ട്. ബാ ഇവിടെ ഇരി. എടാ 1 മണിക്കൂർ കൊണ്ട് കാണാം. ഇപ്പൊ തീരുവാ. എൻ്റെ ഒരു ബോൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അതുണ്ടോ നോക്കാൻ വേണ്ടി. പോണോ? പോട്ടെന്നാ ഫുട്ബോൾ കളി.